കണ്ണുകൾക്ക് അതീതമായ ഒരു ലോകമാണ് ആത്മാക്കളുടേത്. നമ്മുടെ ഭൗതികമായ ഫിസിക്കൽ ഡൈമെൻഷൻസിന്റെ അതീതമായ ഒരു ലോകം, ആത്മാവുമായി ബന്ധപ്പെട്ടിരിക്കുകയാണ് മനുഷ്യൻ അഭേദ്യമായി. ജന്മത്തിനു മുമ്പ് തന്നെ ആലമുൽ അർവാഹ്, നമ്മളൊക്കെ ആത്മാക്കളുടെ ലോകത്ത് നിന്ന് വരുന്നവരാണ്. ഞാനും നിങ്ങളും ഇങ്ങനെയൊരു വേദിയിൽ ബഹുമാനപ്പെട്ട തങ്ങളടക്കം നമ്മൾ പരിചയപ്പെടുന്നത് ആലമുൽ അർവാഹിൽ വെച്ച് പരിചയപ്പെട്ടതിന്റെ ഭാഗമാണ്. നബി തങ്ങളോട് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു, നബിയെ, ഭൂമിയിൽ ചില ആളുകളോട് നമുക്ക് വല്ലാത്തൊരു ഇഷ്ടം തോന്നുന്നു, ചില ആളുകളോട് വെറുപ്പ് തോന്നുന്നു. ആ ഇഷ്ടം തോന്നുന്നവർ നമ്മളോട് എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്തിട്ടൊന്നുമല്ല, നമുക്ക് ഒരാളോടൊരു ഇഷ്ടം, ഒരു താല്പര്യം, മനസ്സിന്റെ ഉള്ളിൽ ഒരു സ്നേഹം, ഒരു ബഹുമാനം തോന്നുന്നു. ചില ആളുകൾ നമ്മളോട് ഒരു ദുൽമും ചെയ്തിട്ടല്ല, നമുക്ക് വെറുതെ ഒരു ഇഷ്ടക്കുറവ്, ഒരു സ്നേഹക്കുറവ്, ഒരു വെറുപ്പ് നമ്മുടെ മനസ്സിൽ വരുന്നു. എന്താണ് അതിന്റെ കാരണമെന്ന് സ്വഹാബിമാർ അലി റളിയല്ലാഹു അൻഹു അടക്കമുള്ള ആളുകൾ ഹബീബിന്റെ ഹളറത്തിൽ ഇരിക്കെ ചോദിച്ചപ്പോഴാണ് റസൂലുള്ളാഹി തങ്ങൾ മറുപടി കൊടുത്തത്, അൽ-അർവാഹു ജുനൂദും മുജന്നദ ഫമാ തആറഫ മിൻഹാ ഇഖ്തലഫ വമാ തനാകറ മിൻഹാ ഇഖ്തലഫ. അലിയാരെ, നിങ്ങൾക്കറിയുമോ, ആത്മാക്കളെല്ലാം അല്ലാഹുവിന്റെ മുമ്പിൽ ഒരുമിച്ച് കൂടിയ ഒരു നേരമുണ്ട്. ആലമുൽ അർവാഹിൽ മിഥില ദറാരി, അണുകണങ്ങളെപ്പോലെ വളരെ ചെറിയ സാധനങ്ങളായിട്ട് നമ്മളൊക്കെ ഭൂമി ലോകത്ത് ജനിക്കാൻ പോകുന്ന സർവ്വ മനുഷ്യരും അവരുടെ ആത്മാക്കളായി ആത്മാക്കളുടെ ലോകത്ത് ആലമുൽ അർവാഹിൽ ഒരുമിച്ച് കൂടിയ ഒരു നേരം കഴിഞ്ഞുപോയിട്ടുണ്ട്. സൂറത്തുൽ ബഖറയിൽ അല്ലാഹു തആല ആ ഭാഗത്തേക്ക് സൂചന നൽകിയിട്ടുണ്ട്. ഖാല അലസ്തു ബിറബ്ബിക്കും, അല്ലാഹു നമ്മളോടൊക്കെ ചോദിച്ചു, ഞാനല്ലയോ നിങ്ങളുടെ രക്ഷിതാവ്, ഞാനല്ലയോ പടച്ചവൻ, ഞാനല്ലയോ ഈ പ്രപഞ്ചത്തിന്റെ ദൈവം തമ്പുരാൻ. ഖാലൂ, എല്ലാവരും പറഞ്ഞു, ബലാ, അതേ പടച്ചവനെ, നീ തന്നെയാണ്. ആ പറഞ്ഞത് ഓർമ്മിപ്പിക്കാനാണ് ഭൂമിയിലേക്ക് ഖുർആനും ഇഞ്ചീലും തൗറാത്തും സബൂറും പ്രവാചകന്മാരും വന്നത്. ആ കേട്ടതും പറഞ്ഞതും ഓർമ്മപ്പെടുത്തൽ മാത്രമാണ്. അതുകൊണ്ടാണ് തദ്കിറ ഇല്ലാ തദ്കിറതൻ എന്ന് ഖുർആൻ പറയാൻ കാരണം. ഇതൊക്കെ ഒരു ഓർമ്മപ്പെടുത്തലാണ്. നമ്മൾ മുമ്പ് പറഞ്ഞു പോയതാണ് ഇതൊക്കെ. അല്ലാഹുവേ, നീയാണ് സൃഷ്ടാവ്, പിന്നെ എങ്ങനെ ഒന്നിലേറെ ദൈവങ്ങൾ, പിന്നെ എങ്ങനെ ദൈവനിഷേധം നടക്കുന്നു? ഏകനാണ് സൃഷ്ടാവെന്ന് നിങ്ങളൊക്കെ പറഞ്ഞില്ലായിരുന്നോ എന്ന് അല്ലാഹു ചോദിക്കുന്നുണ്ട്. ആ ലോകത്ത് അവിടെ വെച്ച് ആരൊക്കെ തിക്കും തിരക്കും കൂടിയോ പരസ്പരം ശത്രുത കാട്ടിയോ അവര് ഭൂമിയിൽ വന്നാൽ ശത്രുക്കളായിരിക്കുമെന്നും, അവിടെ ആരെല്ലാം സ്നേഹത്തോടെ പെരുമാറിയോ സഹകരിച്ചുവോ അവര് ഭൂമിയിൽ വന്നാൽ സുഹൃത്തുക്കളായി മാറുമെന്നും പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് അതിന്റെ കാരണം. ഫമാ തആറഫ മിൻഹാ ഇഖ്തലഫ, അവിടെ കണ്ട് പരിചയപ്പെട്ടവർ ഭൂമിയിൽ വരുമ്പോ നല്ല ഇണക്കത്തിലാവും, സ്നേഹത്തിലാവും. വമാ തനാകറ മിൻഹാ ഇഖ്തലഫ, ആലമുൽ അർവാഹിൽ വെച്ച് തിക്കും തിരക്കും കൂടിയവരൊക്കെ ദുന്യാവിൽ വന്നാൽ അവരിൽ ശത്രുതയുടെ സ്വഭാവങ്ങൾ കാണാൻ കഴിയും. അത് ആലമുൽ അർവാഹിന്റെ ഒരു പ്രതിഫലനമാണ് എന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഒരു ബന്ധം ഉണ്ടായതിന്റെ പേരിലാണ് ചെങ്ങരയിൽ ഈ റമദാനിന്റെ രാവിൽ നമുക്കിവിടെ പരിചയപ്പെടാൻ നമുക്കൊരവസരം അല്ലാഹു തന്നത്. അവിടെ നമ്മൾ കണ്ടുപോകുന്നതിന്റെ ഒരു അടയാളമാണ്. ദുനിയാവിലെ എല്ലാ ബന്ധങ്ങളും അങ്ങനെയാണ്. ആത്മാക്കളുടെ ലോകം നമ്മൾ അന്ന് അങ്ങനെ കോടിക്കണക്കിന് വർഷങ്ങൾ അല്ലാഹുവിന്റെ ഹളറത്തിൽ നമ്മൾ ചെലവഴിച്ചിട്ടുണ്ടാകാം ആലമുൽ അർവാഹിൽ. അത് കഴിഞ്ഞാണ് ആദം നബി അലൈഹിസ്സലാമിലൂടെ, നമ്മുടെ മാതാപിതാക്കളിലൂടെ ആലമുൽ അർഹാമിലേക്ക് വരുന്നു, ഭ്രൂണമായി ഗർഭത്തിലേക്ക് വരുന്നു, പിന്നെ ആലമുദ് ദുന്യയിലേക്ക് പ്രസവിച്ച് മരണം വരെ ഈ ലോകത്ത് നമ്മൾ ജീവിക്കുന്നു. ഈ ആലമുദ് ദുന്യ കഴിഞ്ഞാൽ ആലമുൽ ബർസഖ്, നമ്മൾ ഖബറിലേക്കുള്ള ജീവിതത്തിലേക്ക് മാറുന്നു. അതും കഴിഞ്ഞ് ലോകാവസാനം നടക്കുന്നതോടുകൂടെ പുനർജന്മം അല്ലാഹു നൽകുന്നു. സൂറെന്ന കാഹളത്തിൽ രണ്ടാമത് ഊതുമ്പോ ഇസ്രാഫീൽ അലൈഹിസ്സലാം, അവിടെയാണ് ആലമുൽ ആഖിറ. ഇങ്ങനെ 5 ലോകങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ് മനുഷ്യർ. ഇതിൽ ഭൂമിയിലുള്ള ജീവിതം മാത്രമാണ് നമ്മൾ ഓർക്കുന്നത്. ഇവിടെ നമ്മൾ ശരീരവും ഭക്ഷണവും വെള്ളവും വസ്ത്രവും വാഹനവും വീടും ഇതാണ് നമ്മൾ ചിന്തിക്കുന്നത്. നമ്മുടെ ആത്മാവിന് അതല്ല വേണ്ടത്. ആത്മാവിന് വേണ്ടത് റൂഹിന്റെ ഭക്ഷണമാണ്. അത് അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവാണ്.
ദിക്റാണ്, വിശുദ്ധ ഖുർആനിന്റെ പാരായണമാണ്. അത് കൊടുക്കാത്തവർക്ക് ജീവിതത്തിൽ സന്തോഷം ഉണ്ടാവില്ല എന്നാണ്. വലിയ വീടുണ്ട്, സൗകര്യങ്ങളുണ്ട്, വാഹനമുണ്ട്, ജോലിയുണ്ട്, കച്ചവടമുണ്ട്, മക്കളുണ്ട്, കുടുംബമുണ്ട്, എല്ലാമുണ്ട്. പക്ഷേ ഖുർആൻ ഓതാൻ മടിയുള്ള ആളാണ്, ദിക്ർ ചൊല്ലാറില്ല, അള്ളാഹുവിനെ സംബന്ധിച്ച് ചിന്തിക്കാറില്ല, പഠിക്കാറില്ല, അങ്ങനെ ജീവിച്ചു പോകുന്നു. അത്തരക്കാർക്ക് ജീവിതത്തിൽ സന്തോഷം എന്താണെന്ന് അനുഭവിക്കാൻ കഴിയില്ല. നിങ്ങളത് ഉണ്ട് എന്ന് പറഞ്ഞാലും ഞാൻ സമ്മതിക്കുന്നില്ല. അത് വളരെ ടെമ്പററിയാണ്. ഒരിക്കലും ശരിയായ സന്തോഷം അനുഭവിക്കാൻ റൂഹിന്, ആത്മാവിന്റെ ഭക്ഷണം കൊടുക്കാത്തവർക്ക് കഴിയില്ല. അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. എന്തൊക്കെ ചെയ്തു കൂട്ടിയിട്ടും കാര്യമില്ല, നാടായ നാട് മുഴുവൻ ടൂർ പോയിട്ടും കാര്യമില്ല, ഉള്ളിന്റെ ഉള്ളിൽ ഒരു വിഷമവും ഒരു വേദനയും കാണും. ഇഷ്ടമുള്ള ഭക്ഷണം എത്ര കഴിച്ചിട്ടും കാര്യമില്ല. റൂഹിന്റെ ഭക്ഷണം നമ്മുടെ നിസ്കാരമാണ്, നമ്മുടെ ഇബാദത്താണ്, ദിക്റുകളാണ്, ഖുർആനാണ്, അള്ളാഹുവിനെ കുറിച്ചുള്ള, ഹബീബിനെ കുറിച്ചുള്ള ചിന്തകളാണ്. ഇതില്ലെങ്കിൽ ആത്മാവിന് സന്തോഷിക്കാൻ കഴിയില്ല. ആത്മാവ് സന്തോഷിക്കുന്നില്ലെങ്കിൽ നമുക്ക് സന്തോഷം ലഭിക്കുകയുമില്ല. അതാണ് ഇന്നത്തെ വിഷയത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്. അതുകൊണ്ട് ലഅനല്ലാഹുൽ മുസവ്വിരീൻ, ആത്മാവ് എന്റെ രക്ഷിതാവിന്റെ വിഷയമാണെന്ന് പറഞ്ഞു കൊടുക്കൂ നബിയെ.